2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചത് ആരാണ് തിരൂരങ്ങാടിയിലെ ലീഗ് സ്ഥാനാർത്ഥി PMA സമീർ എന്നതായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിൽ അത്രയൊന്നും സുപരിചിതമല്ലാത്ത ഒരു പേരാണ് സമീറിൻ്റേത്. എന്നാൽ ലീഗ് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മുസ്ലിം ലീഗിലെ ഏറ്റവും കരുത്തുറ്റ അധികാര കേന്ദ്രങ്ങളിലൊന്നാണ് സമീർ എന്ന കൃത്യമായ തിരിച്ചറിവുമുണ്ട്. യഥാർത്ഥത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലാണ് സമീർ മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. ഒരു കമ്പനി സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവായ PMA ഇസ്മായിൽ മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ കരുത്തുറ്റ ഒരു പ്രാദേശിക നേതാവായിരുന്നു. കൊണ്ടോട്ടി മണ്ഡലം സെക്രട്ടറി, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ, അതുപോലെ ദീർഘകാലം വാഴയൂർ ബാങ്കിൻ്റെ അധ്യക്ഷൻ എന്നീ നിലയിലെല്ലാം പ്രവർത്തിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് PMA ഇസ്മായിൽ. അദ്ദേഹത്തിന് PK കുഞ്ഞാലിക്കുട്ടിയുമായി വളരെ അടുത്ത ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെന്ന ആനുകൂല്യത്തിലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പ്രൊഫഷണൽ മികവിൻ്റെയും പേരിലാണ് PK കുഞ്ഞാലിക്കുട്ടി PMA സമീർ എന്ന യുവാവിനെ ചേർത്ത് നിർത്തിയത്. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്ന മാസ്റ്റർ ബ്രെയിനും PMA സമീർ തന്നെയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ അടുപ്പമാണ് PMA സമീറിനെ പാണക്കാട് കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലും സുപരിചിതനായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റിയത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്ന കാലത്താണ് സമീറിൻ്റെ കൈകളിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് നിയന്ത്രണം എത്തിച്ചേർന്നത്. ആദ്യമായി ഹൈദരലി തങ്ങൾ സമീറിനെ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനാണ് വിനിയോഗിച്ചിരുന്നത്. ചന്ദ്രികയിലേക്ക് എത്തിച്ചേർന്ന സമീർ വളരെ പെട്ടെന്ന് തന്നെ ഈ ദിനപത്രത്തിൻ്റെ നിയന്ത്രണം കൈയടക്കിയെന്ന ആക്ഷേപവും ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ ഉയർന്നു വന്നിരുന്നു. ചന്ദ്രികയെ വളരെ പ്രൊഫഷണൽ മികവോടുകൂടി സമീർ നിയന്ത്രിച്ചതോടെ പാർട്ടിയുടെ മുഴുവൻ ഫണ്ട് പിരിവുകളുടെ ഉത്തരവാദിത്വവും സമീറിനെ ഏൽപ്പിക്കുവാൻ പാണക്കാട് കുടുംബവും PK കുഞ്ഞാലിക്കുട്ടിയും തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുശേഷം പാർട്ടിക്കുള്ളിൽ സമീറിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. സമീറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ലീഗ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നതെങ്കിൽ കൂടിയും ഫറൂഖ് കോളേജിലെ പഠനകാലത്ത് MSFൻ്റെ നേതൃനിരയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചു എന്നതിനപ്പുറം രാഷ്ട്രീയവുമായി അദ്ദേഹത്തിന് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും വിശ്വസ്തനായതോടുകൂടി ആദ്യം അദ്ദേഹത്തെ അവർ കൊണ്ടോട്ടി മണ്ഡലം സെക്രട്ടറിയായി നിയമിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയും പിന്നീട് ഏറെ വൈകാതെ സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സമീറിനെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാക്കിയിരുന്നെങ്കിലും പ്രാദേശികമായി നേതാക്കൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഈ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്നും ലീഗിൻ്റെ ദേശീയ കൗൺസിൽ യോഗങ്ങളിൽ ഉൾപ്പെടെ പ്രോട്ടോക്കോളൊന്നും ബാധകമാകാതെ യഥേഷ്ടം സമീർ സാന്നിധ്യം ഉറപ്പാക്കുന്നുമുണ്ട്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഫണ്ട് മാനേജരായി വളർന്ന സമീറാണ് ഇപ്പോൾ ലീഗിൻ്റെ ഫണ്ട് ശേഖരണത്തിനുള്ള ആപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതും സംസ്ഥാന തലത്തിലെ ഫണ്ട് വിതരണം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും. ലീഗ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് ചെലവഴിക്കുമ്പോൾ അതിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് പോലും സമീറാണെന്നാണ് അണിയറ വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലീഗിൻ്റെ മലപ്പുറം ജില്ലാ രാഷ്ട്രീയത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് മാസ്റ്ററേക്കാൾ ശക്തൻ സമീർ ആണെന്നുള്ള വിലയിരുത്തലുകളും ചില കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സമീർ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പാണക്കാട് തങ്ങളുടെയോ PK കുഞ്ഞാലിക്കുട്ടിയുടെയോ പ്രതിപുരുഷനായി അദ്ദേഹത്തെ നോക്കിക്കാണുന്നവരും ലീഗിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളാരും ഇന്ന് സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അതിനാൽ തന്നെ കുഞ്ഞാലിക്കുട്ടി സമീറിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ സംശയിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമീറിനെ മത്സരിപ്പിക്കുകയും നിയമസഭയിൽ എത്തിക്കുകയും ചെയ്യുന്നതോടുകൂടി സമീർ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ അവഗണിക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയായി ഉയർന്നു വരുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവും സമീറിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടിയിലെ സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ചില കൊട്ടാര വിപ്ലവങ്ങൾ നടത്തുവാനും അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ലീഗിനോട് ഒരു ഘട്ടത്തിൽ ഇടഞ്ഞു നിന്നിരുന്ന ഏറ്റവും ഒടുവിൽ സമവായത്തിൽ എത്തിച്ചേർന്നിരുന്ന പാർട്ടി നേതാവും മുൻ MLAയുമായിട്ടുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണി തൻ്റെ വിമത സ്വരം പരസ്യമായി പ്രകടിപ്പിച്ചത്. എന്നാൽ അവിടെ രണ്ടത്താണിക്ക് പോലും കൃത്യമായി അറിവുള്ള ഒരു കാര്യമുണ്ട്. സമീറിനെ പോലൊരു നേതാവിനെ എതിർത്തുകൊണ്ട് അയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട് ലീഗ് രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന തിരിച്ചറിവാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി രണ്ടത്താണി ഉൾപ്പെടെയുള്ളവരുടെ വിമത സ്വരം അസ്തമിച്ചു പോയത്. സമീറിനെ മത്സര രംഗത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് കുടുംബവും കൃത്യമായ ചില കണക്കുകൂട്ടലുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതായത് സമീറിനെ പോലൊരാൾ സ്ഥാനാർത്ഥിയായ അയാളെ വിജയിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം തങ്ങൾ കുടുംബത്തിൻ്റേതും കുഞ്ഞാലിക്കുട്ടിയുടേതുമാകുമെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ഇവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കൈമാറിയിരുന്നു.
അതിനാൽ തന്നെ എന്തു സംഭവിച്ചാലും ഇവർ തന്നെ മുന്നിട്ടിറങ്ങി സമീറിനെ വിജയിപ്പിക്കുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടായിരുന്നതിനാൽ വിമത ശബ്ദങ്ങൾ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് വഴിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സമീർ ഒരു വിവാദ നായകനാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നാം മറന്നു പോകരുത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അദ്ദേഹം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾക്ക് വഴിവെച്ചത് ഹമീദ് നടത്തിയ ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളായിരുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തിൻ്റെ സമയത്താണ് ഇത്തരത്തിലൊരു വിവാദ ഇടപാട് നടന്നത്. അന്ന് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ 2 ഗഡുക്കളായി എത്തിയത് 10 കോടി രൂപയായിരുന്നു. ലീഗിലെ ഉന്നത നേതാവിൻ്റെ ഫണ്ടാണ് ഇതെന്ന് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ അണിയറ സംസാരങ്ങൾ സജീവമാണ്. സമീറിൻ്റെ നിർദ്ദേശപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു തുക ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചത്. ഈ ഇടപാടുകളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നതോടെയും RBI ഈ ഇടപാടുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് പാണക്കാട് തങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുവാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറായത്. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും ഉന്നത തലങ്ങളിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ കേസിനെ തേച്ചുമായ്ച്ചു കളയുകയായിരുന്നു എന്ന് ഒരു വിഭാഗം വിമർശകർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമീറിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് പാണക്കാട്ടെ ഒരു കുടുംബാംഗം തന്നെ രംഗത്തെത്തിയതും ഒരു ഘട്ടത്തിൽ വലിയ വാർത്തയായ സംഭവമായിരുന്നു. ഹൈദരലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മൊയ്ൻ അലി തങ്ങൾ സമീറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ ആസ്ഥാനമായ ലീഗ് ഹൗസിൽ വെച്ച് പത്രസമ്മേളനം വിളിച്ച് ഇദ്ദേഹം സമീറിനെതിരെ നിരവധി ആരോപണങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഉയർത്തിവിടുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ ഇടപെട്ട് തൻ്റെ മകനെ അടക്കി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വഴിവെച്ചത്. അങ്ങനെ തങ്ങൾ കുടുംബത്തിലെ ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യപ്പെടുവാൻ കഴിയാത്ത ഒരു ശക്തിയായിട്ടാണ് സമീർ ഇന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത്. സമീറിനെ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം മൊയ്ൻ അലി തങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒതുക്കപ്പെട്ടു എന്നതും യാഥാർത്ഥ്യമാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പിൻഗാമിയായി ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധികാരം ഏറ്റെടുത്തപ്പോഴും ലീഗിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോഴും സമീറിൻ്റെ പ്രഭാവത്തിന് കുറവുണ്ടാകുമെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിലും അവരുടെ പ്രതീക്ഷകളും അസ്ഥാനത്താകുകയായിരുന്നു. ഹൈദരലി തങ്ങളെപ്പോലെ തന്നെ സാദിഖ് അലി തങ്ങളുടെയും വിശ്വസ്തനായി സമീർ ഇന്ന് മാറിയിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമീറിന് അവർ സ്ഥാനാർത്ഥിത്വം അനുവദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അവരുടെ താരതമ്യേന സുരക്ഷിതമായ സീറ്റായ തിരൂരങ്ങാടിയിലാണ്. തിരൂരങ്ങാടിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 2011-ലും 2016-ലും ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുറബ്ബായിരുന്നു. 2011-ൽ 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുറബ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരത്തിലേറിയതും. എന്നാൽ 2016-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 5-1 ചുരുങ്ങി 6,000 വോട്ടുകളിലേക്ക് എത്തുകയായിരുന്നു. 2021-ൽ ലീഗിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള KPA മജീദിനെയാണ് ഈ മണ്ഡലത്തിൽ ലീഗ് മത്സരത്തിനിറങ്ങിയത്. 9,000-ഓളം വോട്ടുകൾക്കായിരുന്നു മജീദിൻ്റെ ഈ മണ്ഡലത്തിലെ 2021-ലെ വിജയം. എന്നാൽ ഇന്ന് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സർക്കാരിനെതിരെയുള്ള മുസ്ലിം വിഭാഗങ്ങളുടെ പ്രതിഷേധം അലയടിക്കുന്ന ഘട്ടത്തിൽ സമീറിനെ പോലൊരു നേതാവ് കളത്തിലിറങ്ങുമ്പോൾ 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും വിശ്വസ്തനായ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ട് തന്നെ സമീർ ഒരുപക്ഷെ UDF അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രിയാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം ആ ഒരു ലൈനിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ കത്തിജ്വലിച്ച് ഉയർന്നു വരുന്ന ഒരു താരമാണ് സമീർ എന്ന കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുമ്പോൾ സമീറിന് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞാൽ, UDFന് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി 2 എന്ന നിലയിൽ സമീറിനെ നാം നോക്കിക്കാണേണ്ടുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകൾ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.